ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണുള്ളത് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. കിട്ടിയിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് ക്വീൻ ഓഫ് കപ്സ് ആണ്. ഇതൊരു മദർലി അഫെക്ഷൻ, ഒരു വാത്സല്യം, സ്നേഹം, വളരെ അൺകണ്ടീഷണൽ ലവ്, ഇതിൻ്റെ എല്ലാം ഒരു കാർഡാണ് ക്വീൻ ഓഫ് കപ്പ്. നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ചില ആളുകളെ സ്നേഹിക്കുകയാണ്. അതായത് നമ്മൾ ചിലപ്പോൾ ആളുകളെ സ്നേഹിക്കുമ്പോൾ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ആ ആളുകൾ നമ്മൾ കൊടുക്കുന്ന ആത്മാർത്ഥത അതേ അളവിൽ തിരിച്ചു തരണം, നമ്മൾ കൊടുക്കുന്ന സ്നേഹവും കരുതലും പരിഗണനയും അതേ അളവിൽ തിരിച്ചു തരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കിട്ടാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കടുത്ത നിരാശയുണ്ട്. ആ നിരാശ എപ്പോഴും നമ്മളെ ഡിപ്രഷനിലേക്കും വേദനകളിലേക്കും കൊണ്ടുപോകും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വികാരവും ഇല്ലാതെ, അത്തരത്തിലുള്ള യാതൊരുവിധ പ്രതീക്ഷകളും ഇല്ലാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല ഉപദേശങ്ങൾ കൊടുക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് ക്വീൻ ഓഫ് കപ്പ്. ഒരു മദറാണ്, അമ്മയാണ്. എന്തും സഹിക്കുന്ന, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പറഞ്ഞു തരുന്ന, എല്ലാ തിന്മകളെ ഒഴിവാക്കി നമ്മളെ നന്മയിലേക്ക് നയിക്കുന്ന ഒരാളാണ് അമ്മ. അപ്പോൾ അമ്മ എന്ന് പറയുന്ന ഒരു എനർജിയിലായിരിക്കും, ഒരു ഫെമിനൈൻ എനർജിയിലായിരിക്കും ഇന്ന് ആണായാലും പെണ്ണായാലും ഈ വീഡിയോ കാണുന്നവർ ഒരു ഫെമിനൈൻ എനർജി ഇന്ന് കൂടുതലായിരിക്കും. അതാണ് ക്വീൻ ഓഫ് കപ്സ്. ഇതിന് വേറൊരു പ്രശ്നം, നിങ്ങൾ പഴയ കാര്യങ്ങളെ ഓർത്ത് ഇങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ എവിടെയാണ് പരാജയപ്പെട്ടു പോയത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ റീഡിങ്സ് കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കാനുണ്ടായ സാഹചര്യം, അതിനെക്കുറിച്ച് ഇന്ന് കൂടുതൽ സമയം ഓർക്കും, അതിനെ മിസ് ചെയ്യും. ആളുകളായാലും പണമായാലും ജോലിയായാലും എന്ത് കാരണം കൊണ്ട് നിങ്ങളിവിടെ വന്നിരിക്കുന്നോ അത് ഓർത്ത് നിങ്ങളിന്ന് വേദനിക്കുകയും മിസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഇപ്പോഴും ഹീലായിട്ടില്ല, എനിക്ക് ഇനിയും ഹീലാവാനുണ്ട്, ഞാൻ അതിൽ നിന്ന് പൂർണ്ണമായും മുക്തൻ അല്ലെങ്കിൽ മുക്തയായിട്ടില്ല, അപ്പം ഞാൻ ഇനിയും അതിൽ വർക്ക് ചെയ്യാനുണ്ട്, അതിൽ നിന്ന് പുറത്തിറങ്ങണം, എന്നാൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ദിവസമാണ്. അതായത് നിങ്ങൾ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഹീലിംഗ് ആഗ്രഹിക്കുക, അല്ലെങ്കിൽ ഹീലിംഗ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഇന്നത്തെ വീഡിയോ കാണുന്ന കുറേ അധികം പേര് ചിലപ്പോൾ ടാരോ റീഡിങ്സ് പഠിക്കുന്നവരാകാം, ഹീലേഴ്സ് ആകാം, അല്ലെങ്കിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാകാം, ഏതെങ്കിലുമൊക്കെ നിഗൂഢ ശാസ്ത്രങ്ങൾ കൈവശമുള്ള ആളുകളായിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ വീഡിയോ കാണുന്നതോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നിങ്ങളെ സംബന്ധിച്ചൊരു ഹീലിംഗ് ആയിരിക്കും. ആ ഹീലിംഗ് ഒരു പരിധിവരെ നിങ്ങളെ വേദനയിൽ നിന്ന് മുക്തരാക്കിയിട്ടുണ്ടെങ്കിലും ഇനിയും നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാനുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ദിവസം. ഓക്കെ, അതാണ് ഇന്നത്തെ ഒരു ക്വീൻ ഓഫ് കപ്പ് എന്ന് പറയുന്നത്. നിങ്ങളുടെ അമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അമ്മയെ കാണുക, അമ്മയെ കാണാൻ പോവുക, അല്ലെങ്കിൽ അമ്മയെ ഫോൺ വിളിക്കുക, അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കുക, അല്ലെങ്കിൽ അമ്മ വിളിച്ച് 4 ചീത്ത വിളിക്കുന്നതാകാനും സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് ക്വീൻ ഓഫ് കപ്സ്. നിങ്ങൾക്കും എല്ലാവരോടും മക്കളോടായാലും വളരെ സ്നേഹവും വാത്സല്യമൊക്കെ തോന്നുന്ന ഒരു എനർജിയാണിത്. മറ്റുള്ളവർ വന്ന് നിങ്ങളോട് അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അതിനുള്ളൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ആകാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളിൽ ഒരു അഭയം മറ്റുള്ളവർക്ക് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടെ നിങ്ങളിന്ന് സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ടാണ് ക്വീൻ ഓഫ് കപ്പ് പറയുന്നത് കേട്ടോ. സെക്കൻഡ് 10 ഓഫ് സ്വോർഡാണ്. ഇതൊരു കാർമിക് സിറ്റുവേഷൻ്റെ എൻഡാണ്. അത് ഒരു പെയിൻഫുൾ എൻഡിങ് ആണ്. അതായത് നിങ്ങൾ വിശ്വസിച്ച ഒരാൾ യോഗിയല്ല എന്ന് മനസ്സിലാവുന്നതായിരിക്കാം. ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ പറ്റിച്ചു എന്ന് മനസ്സിലാവുന്നതായിരിക്കാം. ജോലി നഷ്ടപ്പെടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മാനക്കേടുണ്ടാവുന്നതായിരിക്കാം. പിന്നെ അതായത് നമ്മൾ എവിടെയാണോ നമ്മുടെ ട്രസ്റ്റ് ഉണ്ടായിരുന്നത്, നമ്മൾ വിശ്വാസം അർപ്പിച്ചിരുന്ന ഇടത്ത് നിന്ന് നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് ഈ 10 ഓഫ് സ്വോർഡ്. ഇതൊരു കാർമിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. നമ്മൾ ഇതേ കാര്യം മുൻപ് മറ്റാരോടെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പെയിൻ ഇന്ന് അനുഭവിക്കേണ്ടി വരുന്നത്. മേ ബി ഇന്ന് ഇങ്ങനെ സംഭവിക്കുന്നതായിരിക്കാം. ഒരു റിലേഷൻഷിപ്പ് എൻഡാവുന്നതാവാം, ഒരു റിലേഷൻഷിപ്പിൻ്റെ ബ്രേക്കപ്പ് ആയിരിക്കാം, ഒരു ഫാമിലി ലൈഫിൻ്റെ ബ്രേക്കപ്പ് ആയിരിക്കാം, ജോലി പോകുന്നതായിരിക്കാം, വിശ്വാസവഞ്ചന സംഭവിക്കുന്നതായിരിക്കാം, നമ്മളെ മറ്റുള്ളവർ മുമ്പിൽ നാണം കെടുത്തി നാണക്കേട് അനുഭവിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യം മേ ബി ഇന്ന് സംഭവിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ സംഭവിച്ചു പോയതിനെ നിങ്ങൾ ഇന്നേ ദിവസം ഓർക്കുന്നതായിരിക്കാം. ഇവിടെ ക്വീൻ ഓഫ് കപ്പും 10 ഓഫ് സ്വോർഡും ഒരുമിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഈ പെയിൻ ആയിരിക്കും നിങ്ങൾ ഇന്നേ ദിവസം ഓർത്തോർത്ത് വേദനിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു പോയി.
ഇറ്റ് ഈസ് ഓവർ, അതൊരു എൻഡാണ്, അത് കഴിഞ്ഞു, അത് ഭയങ്കര പെയിൻ ആണെങ്കിലും ഇനി അതിൽ നിന്നൊരു പുതിയ തുടക്കമാണ് വരാനുള്ളത്. ആ പെയിൻ നമ്മൾ അനുഭവിക്കേണ്ടതാണ്, നമ്മൾ തന്നെ ചെയ്ത പ്രവൃത്തിയുടെ ഒരു ഫലമാണ്, നമ്മൾ അനുഭവിച്ചു. നെക്സ്റ്റ് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ളൊരു ഒരു വഴിത്തിരിവാണിതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇതൊരിക്കലും ഒരു അവസാനമല്ല, പുതിയ മനോഹരമായ ദിവസങ്ങളുടെ തുടക്കമാണ് ഇതെന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, ഇത് ഒരു കാരണവശാലും നമ്മൾ ഇതിനെ ഒരു എൻഡായിട്ട് എടുക്കാൻ പാടില്ല. ബിക്കോസ് എപ്പോഴും 10 എന്ന് പറയുന്നത് എൻഡാണെങ്കിൽ നെക്സ്റ്റ് ഒരു 1 ഒരു തുടക്കം ഉണ്ടാവും. പേടിക്കണ്ട, നമ്മുടെ ലൈഫിനെ അടുത്ത ഘട്ടത്തിലേക്ക് കടത്തിവിടാനുള്ള പരീക്ഷണമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് മാത്രം വിചാരിക്കുക. നമുക്ക് ഇനിയാണ് ഹാപ്പിനെസ് വരാൻ പോകുന്നത്, ഇനിയാണ് നമുക്ക് വെൽത്ത് വരാൻ പോകുന്നത്, ഇനിയാണ് നമ്മൾ ബ്ലിസ്, ആനന്ദം അനുഭവിക്കാനായിട്ട് പോകുന്നതെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇന്നൊരു അവസാനമാണെങ്കിൽ നിങ്ങളുടെ പുതിയ ഘട്ടം ആരംഭിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങളൊന്നും പേടിക്കേണ്ട, ഹാപ്പി ആയിട്ടിരിക്കുക. എന്ത് സംഭവിച്ചാലും അതിന് അവസാനമാണെന്ന് കരുതിയേ വേണ്ട. നിങ്ങളെ ലൈഫിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ പ്രപഞ്ചം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ചാരിയറ്റാണ് കേട്ടോ. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടെന്ന് നമ്മളെപ്പോഴും പറയുന്ന കാർഡുകളിൽ ഒന്ന് ചാരിയറ്റാണ്, ഒന്ന് സണ്ണാണ്. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ്. നിങ്ങളെ കാണാൻ ആരോ വരുന്നു എന്നാണ്. നിങ്ങൾ ഇനി ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതാണ്. മേ ബി നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചെങ്കിൽ പോകാൻ പറ്റും. നിങ്ങൾക്ക് ഇനി ഒരു നല്ല ജോലി കിട്ടില്ല എന്ന് വിചാരിച്ചെങ്കിൽ ജോലി കിട്ടും. ഒരാൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി ഇനി ഒരിക്കലും അയാൾ വരില്ല എന്ന് വിചാരിച്ചാൽ അയാൾ നിങ്ങളെ കാണാൻ വേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു എനർജിയാണ് ഈ ചാരിയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചാരിയറ്റ് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടു കൂടി ഒരു നിങ്ങളുടെ ലൈഫിൽ പുതുമകൾ വരണമെന്നുള്ളത് കൊണ്ട്, സന്തോഷം, ഭാഗ്യം എന്നിവ വരണമെന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക്, അതുകൊണ്ട് മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് ചാരിയറ്റ്. ഇത് നമ്മൾ ചിലപ്പോൾ നടക്കുകയില്ല എന്ന് വിചാരിച്ച കാര്യമായിരിക്കും, സ്റ്റക്കായി നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും. അവിടെ ഒരു ചലനമാണ് കേട്ടോ. നിങ്ങളിപ്പോൾ വസ്തുവൊക്കെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലേ അവിടെ ഒരുപാട് വന്നിട്ട് നടക്കാതെ പോയൊരു കാര്യമാണെന്ന് വിചാരിക്കുക. അവിടെ നിങ്ങൾക്ക് ഇന്ന ദിവസം അവിടെ ഒരു ചലനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവിടെ നിങ്ങളുടെ കച്ചവടത്തിനൊരു മുന്നോട്ടൊരു പോക്ക് വരാൻ സാധ്യതയുണ്ട്. മേ ബി ഒരു കോളായിരിക്കാം, ഒരു മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ആളുകൾ ഇപ്പോൾ ചാരിയറ്റാണല്ലോ, ഒരു വാഹനത്തിൽ ചിലപ്പോൾ വരുന്നത് തന്നെ ആവാൻ സാധ്യതയുണ്ട്. ഇതൊരു യാത്രയുടെയും കൂടെ കാർഡാണ്. മേ ബി നിങ്ങൾ വിദേശത്തേക്കോ അല്ലെങ്കിൽ ഈ ഡൊമസ്റ്റിക്കലി തന്നെയോ യാത്ര ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, എന്തെങ്കിലും നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം സാധ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളിന്ന് യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് ചാരിയറ്റ് എനർജി. ദെൻ ഏസ് ഓഫ് വാൺസ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എപ്പോൾ 10 വന്നാലും കൂടി ഒരു 1 കാണുമെന്ന്. ഏസ് ഓഫ് വാൺസ് പുതിയ തുടക്കം എന്നാണ്, പുതിയ ജോലി എന്നാണ്, പുതിയൊരു നിങ്ങളുടെ ഒരു പുതിയ കർമ്മ ആരംഭിക്കുന്നു എന്നാണ്, ഒരു കാർമിക് സൈക്കിൾ ആരംഭിക്കുന്നു എന്നാണ്, പുതിയൊരു ബന്ധം ആരംഭിക്കുന്നു എന്നാണ്, പുതിയൊരു ക്രിയേറ്റിവിറ്റി നിങ്ങൾ ആരംഭിക്കുന്നു എന്നാണ്. ഇനി ഇതൊരു പുതിയ തുടക്കമാണ്, ഒരു പുതിയ സൈക്കിളിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഏസ് എപ്പോഴും തുടക്കവും 10 എപ്പോഴും അവസാനമാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു പുതിയ തുടക്കം ഇന്നേ ദിവസം ഉണ്ടാവുന്നു എന്നാണ് ഏസ് ഓഫ് വാണ്ട് പറയുന്നത്. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു യാത്രയുടെ കാർഡാണ്, ഒരു യാത്രയുടെ തുടക്കമാണ്, അല്ലെങ്കിൽ ഒരു യാത്രയുടെ തുടക്കത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നതാണ്. അവിടെ ഒരുപാട് ഘട്ടങ്ങളിലൂടെ നിങ്ങൾ പോകാനുണ്ട്, പക്ഷേ നിങ്ങൾക്ക് പോയി എത്തിച്ചേരാനുള്ളത് വളരെ മനോഹരമായ ഇടങ്ങളിലേക്കൊക്കെയാണ്. അവിടെ ഒരുപാട് കാർമിക് സിറ്റുവേഷൻസിലൂടെയൊക്കെ പോകാനൊക്കെ ഉണ്ട്. എങ്കിൽ പോലും നമുക്കൊരു പുതിയ പ്രതീക്ഷയാണ്, പുതിയൊരു തുടക്കമാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് ഒരു അവസാനവും കാണുന്നുണ്ട്, ഒരു പുതിയ തുടക്കവും കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ ലൈഫിൽ ഒന്നും അവസാനമല്ല. ഏറ്റവും നല്ല കാര്യങ്ങൾ വരാൻ പോകുന്ന പുതിയ തുടക്കത്തിൻ്റെ ആരംഭമാണ് അവസാനങ്ങളെന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് കിങ് ഓഫ് വാൺസ് ആണ്. അപ്പോൾ നിങ്ങൾ ജോലിയൊക്കെ നഷ്ടപ്പെട്ട ആളുകളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് മറ്റ് ജോലികളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, മറ്റിടങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങൾ നേരെ നോക്കിയിരുന്ന ആ നേരെയുള്ള കാഴ്ച മാത്രമേ ഉള്ളൂ. നിങ്ങൾ 360 ആംഗിളിൽ നിങ്ങൾ ചിന്തിക്കണം, 360 ആംഗിളിൽ നിങ്ങൾ നോക്കണം. എവിടെയാണ് നമുക്ക് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി വരുന്നത് നോക്കുക. ഓക്കെ, നമ്മളാണ് നമ്മുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മളെടുക്കുന്ന ഡിസിഷൻസ് ആണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിനകത്ത് ചില കാര്യങ്ങൾ മാത്രമാണ് ഫിക്സ്ഡ് ആയിട്ടുള്ളൂ, ഡിസ്റ്റൈൻഡ് ആയിട്ടുള്ളൂ, കാർമിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഡിസ്റ്റൈൻഡ്. ബാക്കി അതിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ പ്രിപ്പയർ ചെയ്യുക. ഞാൻ പറഞ്ഞ 360 ആംഗിളിൽ നമ്മൾ ചിന്തിക്കുക, കാഴ്ചകൾ കാണുക, ഓഫറുകൾ ഉണ്ടോ എന്ന് നോക്കുക, ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യുക. ഇത് കരിയറിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ട് ജോലി ചെയ്യുന്നതാണ്, എന്നും ചെയ്യുന്നതല്ലാത്ത ജോലികൾ ഇന്ന ദിവസം ചെയ്യുന്നതാണ്. ഇരുന്നിരുന്ന് മടുക്കുന്ന ദിവസമാണ്, അതും കൂടിയുണ്ട്. പിന്നെ എന്നും ചെയ്യുന്നതല്ലാത്ത കരിയറിൽ മറ്റ് കരിയറുകളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. മറ്റ് ജോലികളായിരിക്കും ചിലപ്പോൾ ഇന്ന് ചെയ്യുന്നത്. എന്നും ചെയ്യുന്നതല്ലാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇന്ന് ചെയ്യുന്നുണ്ടാവും. രാജാവാണ്, ഇന്നത്തെ രാജാവാണ് കേട്ടോ. കിങ്ങിൻ്റെ എനർജിയാണ്, കിങ് ഓഫ് വാൺസ് ആണ്. അപ്പോൾ നമ്മളിന്ന് വളരെ പാഷനേറ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ദിവസവും കൂടിയാണ്. ഇഷ്ടമുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ, ചിലപ്പോൾ സിനിമയ്ക്ക് പോകുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കുടുംബത്തോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും, കളിക്കാനൊക്കെ പോകുന്നുണ്ടാവും. ഇങ്ങനെ
ഗ്രൗണ്ടിൽ പോയി കളിക്കുന്ന അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ പോകുന്നുണ്ടാവും. സ്ത്രീകളോടല്ല കേട്ടോ, ഈ കുറച്ച് എൻത്യൂസിയാസ്റ്റിക് പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളോടാണ്. അവർ ചിലപ്പോൾ ഇങ്ങനെ ഔട്ട്ഡോർ ഗെയിംസിനൊക്കെ പോകുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, then ഹാങ്ഡ് മാനാണ്. ഇന്നലെയും ഹാങ്ഡ് മാൻ്റെ എനർജി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരോ ഒരാൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്, ഒരു സ്മൂത്ത്നെസ് കിട്ടുന്നില്ല, എന്ത് ചെയ്യണം, എന്ത് തീരുമാനം എടുക്കണം എന്നറിയാത്ത ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ഹാങ്ഡ് മാന്. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യണം. കാരണം നിങ്ങളിങ്ങനെ ഓവർ തിങ്ക് ചെയ്തിട്ടോ പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ടോ കാര്യങ്ങൾക്ക് തീരുമാനമില്ല. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൽ അർപ്പിച്ച് അതിനെ ലെറ്റ് ഗോ ചെയ്ത് വിടുകയാണ് നല്ലത്. അപ്പം നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ അത് നിന്നിൽ സമർപ്പിക്കുന്നു, എനിക്ക് വേണ്ടി നീ ഒരു തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞ് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനുള്ളൊരു മറുപടി കിട്ടിക്കോളും. ഓക്കെ, പിന്നെ മജീഷ്യൻ്റെ എനർജിയാണിത്. ചിലപ്പോൾ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ടായിരിക്കും, പൂജകൾ ചെയ്യുന്നുണ്ടായിരിക്കും, അത്തരം ഒരു എനർജിയാണ് മജീഷ്യൻ. പിന്നെ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്നതായിരിക്കും. എന്തെങ്കിലും മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ഒന്നാമനായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇന്നൊരു നേതൃഗുണമുണ്ട്, ഒരു ലീഡറിനെ പോലെ ആയിരിക്കും നിങ്ങളിന്ന് പെരുമാറുന്നത്. അതുപോലെ നിങ്ങൾ ചില കാര്യങ്ങളെ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഇന്ന് കൂടുതൽ സമയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇന്നത്തെ ദിവസം അതിനുള്ളതാണ്. നിങ്ങളിന്ന് മജീഷ്യനാണ്. അപ്പോൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഇന്നത്തെ ദിവസം മജീഷ്യനാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, എപ്പോൾ ടാരോ റീഡിങ്സ് കാണുമ്പോഴും മജീഷ്യൻ്റെ കാർഡ് വന്നാൽ അതിനർത്ഥം നിങ്ങൾക്ക് അന്ന് വളരെ പവറുള്ള ദിവസമാണ്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ അന്ന് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അന്ന് മാനിഫെസ്റ്റേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നല്ലൊരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്തിട്ട് നിങ്ങൾ എന്താണോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആ കാര്യം കൃത്യമായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് നടക്കും. കാരണം ഇത് എല്ലാ റിസോഴ്സുകളും കയ്യിലുള്ള ആളാണ് മജീഷ്യൻ. എന്ത് വിചാരിച്ചാലും നടത്താൻ സാധ്യതയുള്ള ദിവസമാണെന്ന്. അപ്പോൾ അത്രത്തോളം പവറുണ്ട്. ആ ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം. പിന്നെ മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിരിക്കും. ക്രിയേറ്റിവിറ്റി വളരെ കൂടുതലായിരിക്കും. ധാരാളമായിട്ട് പണം വരുന്ന ദിവസമാണ്. ഏറ്റവും പാഷനേറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ദിവസമാണ്. അങ്ങനെയുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു വളരെ നല്ല ഹൈ എനർജിയിലുള്ളൊരു ദിവസമാണ് ഇത്. ഇന്നൊരു ലീഡറാണ്, ഒന്നാമനാണ്, സൂര്യൻ്റെ എനർജിയാണ് കേട്ടോ. ദെൻ ടവറാണ്. ചില കയ്യാങ്കളിക്കൊക്കെ മുതിരാൻ സാധ്യതയുണ്ട്, വഴക്കുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പം നമ്മൾ വളരെ സരസമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വളരെ ഹ്യൂമറസ് ആയിട്ട് ഒരു സിറ്റുവേഷൻ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ പറയുന്ന ചില വാക്കുകൾ ട്രിഗേർഡ് ആവും. പെട്ടെന്നായിരിക്കും വഴക്കുണ്ടാകുന്നത്, പെട്ടെന്നൊരു അട്ടിമറിയാണ്, അല്ലെങ്കിൽ പെട്ടെന്നായിരിക്കും സാഹചര്യങ്ങൾ ഉൾട്ടാടിക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ വഴക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ടവർ കാണുന്ന ദിവസങ്ങളിൽ നിങ്ങളിത് പ്രിപ്പയർഡ് ആയിരിക്കണം. വഴക്കുണ്ടാകാനും അതുപോലെ ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസുകൾ കേൾക്കാനും ഒക്കെ തയ്യാറായിട്ടിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കേട്ടേക്കാം എന്നൊരു ധാരണയുണ്ടെങ്കിൽ നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ടവർ ഉണ്ട്, വീഴാതെ സൂക്ഷിക്കണം. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം. അതുപോലെ ആയുധങ്ങൾ കൊണ്ടുള്ള മുറിവുകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. പിന്നെ സർജറിയൊക്കെ നേരത്തെ തൊട്ടേ സർജറിക്ക് വേണ്ടിയിട്ട് ഡേറ്റ് എടുത്തിട്ടിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സർജറി നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ മുറിവ് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ജഡ്ജ്മെൻ്റ് ആണ്. ഇന്ന് ഏതോ ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ന് ഇലക്ഷൻ്റെ ദിവസമാണല്ലോ. അപ്പോൾ നിങ്ങൾ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നതാണ്. ശരിക്കും ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളൊരു നമ്മൾ ഒരു ജഡ്ജാണല്ലോ ഇന്നത്തെ ദിവസം. നമ്മളാണല്ലോ നീതി തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനനുസരിച്ച് മനസാക്ഷിക്കനുസരിച്ച് ഒരു കാര്യം ചെയ്യുന്നതാണ് ജഡ്ജ്മെൻറ്റ്. അപ്പം നമ്മളതിന് തീരുമാനം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ജഡ്ജ്മെൻറ്റ് പറയുന്നത് കേട്ടോ. ഈ കോടതി കേസ് വിധി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അതിനുള്ള സാധ്യതയുണ്ട്. ദെൻ സൺ ഗാർഡാണ്. ഓക്കെ, സൺ കാർഡ് പറയുന്നത് വളരെ പോസിറ്റീവ്. നിങ്ങളിപ്പോൾ ഇവിടെ ടവറൊക്കെ ഉണ്ട്, വഴക്കുണ്ട്, ഇത് ഭയങ്കര ഹെക്റ്റിക്കാന്നൊക്കെ പറഞ്ഞാലും വൈകുന്നേരം ആകുമ്പോൾ നിങ്ങൾ കൂളായിരിക്കും, വളരെ ഹാപ്പി ആയിരിക്കും, വളരെ പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. ലൈഫ് വളരെ സ്മൂത്തായിട്ട് പോകുന്നു നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളെല്ലാം ഹീൽ ചെയ്യപ്പെടാൻ പറ്റും. ഇത് ഫസ്റ്റ് നിങ്ങൾ ഹീൽ ചെയ്യപ്പെടണം എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഹീൽ ചെയ്യപ്പെടുന്ന ഒരാളാണ്. അതായത് വളരെയധികം ഹീൽ ചെയ്യപ്പെട്ട ഒരാളാണ് നിങ്ങൾ. ഇന്ന ദിവസം മുഴുവൻ നിങ്ങൾ ചിന്തിക്കുന്നതും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. മാനിഫെസ്റ്റ് ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് വളരെ ഹാപ്പിനെസ് തോന്നും. രാത്രി ആകുമ്പോഴത്തേക്കും കിടക്കാറൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വളരെ ഒരു ഹാപ്പിനെസ് തോന്നും. നിങ്ങളിങ്ങനെ നിറഞ്ഞൊരു ഫീൽ തോന്നും. ബോട്ടം വന്നേക്കുന്നതാണേലും വേൾഡും ഏസ് ഓഫ് കപ്സും ഒക്കെയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ
മുടി വെക്കാൻ എടുക്കുന്നത് സൺ കാർഡാണ്. അപ്പോൾ വേൾഡ് കാർഡ് പറയുന്നത് ഒരു കംപ്ലീഷൻ ആണ്, ഒരു എന്തോ ഒരു കാർമിക് സിറ്റുവേഷൻ്റെ എൻഡാണ്. ശരിക്കും ഇവിടെയും പറഞ്ഞല്ലോ ഒരു കാർമിക് സിറ്റുവേഷൻ്റെ എൻഡാണ്. 21 എന്ന് പറയുന്നത് മേജർ അർക്കാനക്കാട്ടിലെ ലാസ്റ്റാണ്, സൈക്കിള് പൂർത്തിയാവുന്നതാണ് ഈ വേൾഡ് എന്ന് പറയുന്ന കാർഡ്. അപ്പോൾ ഇന്ന് എന്തോ ഒരു നിങ്ങളുടെ ഒരു കാർമിക് കാർഡിലെ ഒരു സൈക്കിൾ ഇന്ന് എൻഡ് ആവുകയാണ്. അപ്പോൾ അതിനുശേഷം പുതിയ തുടക്കമാണ്. ചില മനുഷ്യർ വിദേശത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്, വിദേശ യാത്രകളൊക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സൈക്കിള് കംപ്ലീറ്റ് ആവുന്നതാണ്. മേ ബി നിങ്ങൾ ചില ആളുകളെ കാണുന്നതോ, കാണില്ല എന്ന് വിചാരിച്ച ആളുകളെ കാണുന്നതോ, നഷ്ടപ്പെട്ടു പോയ പണം തിരിച്ചു കിട്ടുന്നതോ, നഷ്ടപ്പെട്ടു പോയ ജോലിക്ക് പകരം നല്ല ജോലി കിട്ടുന്നതോ, ചിലപ്പോൾ അതേ ജോലി തന്നെ കിട്ടുന്നതോ ഒക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. വൈകുന്നേരത്തോടുകൂടി നിങ്ങൾക്ക് നല്ല വാർത്തകൾ കേൾക്കാൻ പറ്റും, നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ കേൾക്കാൻ പറ്റും. ഓക്കെ, വഴക്കുകളുണ്ട്, വഴക്കുകളുടെ ഇടയിലോട്ട് പോയി കയറരുത്. ചെറിയ വഴക്കല്ല വലിയ വഴക്കാവും, അതുകൊണ്ട് വഴക്കുകൾ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.